നന്ദി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ഒരുമിച്ച് കൂടി വരുവാനും ഒക്കെയും ഇന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. പരിശുദ്ധ ആത്മാവ് നമ്മളെ സകല കാര്യത്തിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യും. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. ഇന്ന് ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. സാക്ഷ്യങ്ങളെ തുറക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നന്ദി പറയാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുമാറാകട്ടെ. ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങളെ കേട്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ ശക്തിപ്പെടാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. പരിചിതമായ വാക്യമാണ്. നമ്മൾ കേട്ട് നമ്മൾ ബലപ്പെടുന്ന ഒരു വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ കാൽവരി ക്രൂശിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ നമ്മുടെ അതിക്രമ നിമിത്തം യേശുക്രിസ്തു മുറിവേറ്റു, നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് ഈ ഒരൊറ്റ വാക്ക് മാത്രം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വചനം, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. നിങ്ങൾ ആ വാക്ക് നോക്കി. നമ്മുടെ സമാധാനത്തിനായുള്ള വിലയെന്നല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ യേശു ക്രിസ്തുവിൻ്റെ മേലായി. അപ്പം നമുക്ക് സമാധാനം ലഭിക്കുവാൻ യേശു ക്രിസ്തു ശിക്ഷ അനുഭവിച്ചു. നിങ്ങൾ നോക്കിയേ, എന്ത് സമാധാനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, കാൽവരി ക്രൂശിനെ പറ്റി തന്നെയാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിനെ പറ്റി പറഞ്ഞു വന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുന്നു, നമ്മുടെ സമാധാനം, ആദ്യം പറയും നമ്മുടെ അതിക്രമ നിമിത്തം കർത്താവ് മുറിവേറ്റു, നമ്മുടെ അകൃത്യമ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുക്രിസ്തുവിൻ്റെ മേലായി, കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം നമുക്ക് സമാധാനമുണ്ടാകുവാൻ കർത്താവ് ശിക്ഷ ഏറ്റിരിക്കുന്നു. ഇനി റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നുവല്ലോ എന്ന് റോമാലേഖനം പറയും. നോക്കി, അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നൽകപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 5-ാം അധ്യായത്തിൻ്റെ 8 റോമർ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കിയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇനി 10-ാമത്തെ വാക്യം നോക്കിയേ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ഏറ്റു. അപ്പം എന്താ ശിക്ഷ? യേശുക്രിസ്തു അനുഭവിച്ച ശിക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിഷ്മെൻ്റ് അല്ല, അന്നത്തെ കാലത്ത് ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ശിക്ഷയല്ല, മരണശിക്ഷയാണ് യേശു അനുഭവിച്ചത്. അപ്പം നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തു ശിക്ഷ അനുഭവിക്കണം. എന്ത് ശിക്ഷയാണത്? റോമർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ശത്രു എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. എങ്ങനെയാണ് നാം ശത്രുവായത്?
പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നവനാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സമാഗമന കൂടാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ മോശ മുഖാന്തരം, പ്രത്യേകിച്ച് ഇസ്രായേലിലെ എല്ലാ പ്രവാചകന്മാർ മുഖാന്തരം പ്രവചിക്കുന്നതും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതുമായ സമാഗമന കൂടാരം, അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ ഒന്നാം സ്ഥലം പ്രാകാരം എന്ന് പറയും. പ്രാകാരം എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലം. രണ്ടാമത് വിശുദ്ധ സ്ഥലം. അവിടെ പുരോഹിതന്മാരെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരെയും മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമുള്ളതാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനം അവിടെ ഇരിക്കുന്നു. കൃപാസനം വെച്ചിരിക്കുന്ന സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും ചെല്ലാൻ കഴിയത്തില്ല. എല്ലാ പുരോഹിതന്മാർക്കും ചെല്ലാൻ കഴിയത്തില്ല. മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ട്? ഇതിനെ നമ്മളോട് പറയുന്നു, മനുഷ്യർക്ക് ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയത്തില്ല. നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്തോടെ കാണാൻ പറ്റും, മഹാപുരോഹിതൻ പോലും വിറയലോടെയാ, ഭയത്തോടെ ചെല്ലുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലോ ഏതെങ്കിലും രീതിയിൽ ക്രമപ്രകാരം അശുദ്ധി ഉണ്ടെങ്കിൽ, നീതീകരണം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ആണ്ടിലൊരിക്കൽ ഒരു വർഷത്തേക്കുള്ള ഈ ആടിനെ അറക്കുവാൻ വേണ്ടി, പാപം മുഴുവൻ ഒരു ആടിൻ്റെ മേൽ അർപ്പിച്ച് അതിനെ അറക്കുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ മഹാപുരോഹിതന്റെ അടുക്കൽ ആ ആട്ടുകൊറ്റന്റെ മുഖാന്തരം ലഭിച്ചിരിക്കുന്ന പാപമോചനമില്ല എങ്കിൽ ആ മനുഷ്യൻ അവിടം കൊണ്ട് തന്നെ മരിച്ചു വീഴും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ? മഹാപുരോഹിതന്റെ അരയ്ക്കൊരു ചെങ്ങല കിട്ടും. എന്തിനാണെന്നറിയാവോ? ഇനി അഥവാ ഈ മനുഷ്യൻ അവിടെയെങ്ങാനും കിടന്ന് മരിച്ചുപോയാൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഷെഖേന ഇറങ്ങുമ്പോൾ അവിടെ കിടന്ന് മരിച്ചുപോയാൽ ആ ഡെഡ് ബോഡി വലിച്ചു പുറത്തോട്ട് എടുക്കേണ്ടതിന് ഒരു ചെങ്ങല അരമേൽ കിട്ടുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ദുഷ്ടനായതുകൊണ്ടല്ല, ദൈവത്തിന് ഒരിക്കലും അശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് ഒരിക്കലും അശുദ്ധിയിലേക്ക് ചേരുവാൻ കഴിയത്തില്ല. കർത്താവിന് ഒരിക്കലും പാപത്തോട് അനുരൂപനാകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ചിലർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ മഹാപുരോഹിതനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പം അല്പമെങ്കിലും പാപം നിമിത്തമുള്ള പുരോഹിതന്മാർ അവിടെ മരിച്ചു വീഴുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു തീ കത്തി നിൽക്കുന്ന തീയിൽ എന്തിട്ടാലും അത് വെന്തുപോകും. അപ്പം നമ്മൾ ചിന്തിക്കും, തീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? എത്രയോ നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് അടുത്തു വച്ചാലും, ഇനി അതിൻ്റെ ചുറ്റിനും കൊണ്ടുവന്ന് നമുക്ക് എന്തെല്ലാം കൊണ്ടുവച്ചാലും തീ എന്ത് ചെയ്യും? അതിനെ മൊത്തം ദഹിപ്പിക്കും. എന്തുകൊണ്ടാണ് തീയെ നീ ഇത് മുഴുവൻ ദഹിപ്പിക്കുന്നു വെച്ചാൽ, തീ പറയും ഇതെൻ്റെ സ്വഭാവമാ, ഇതില്ലെങ്കിൽ ഞാനില്ല. തീക്ക് ദഹിപ്പിക്കാനുള്ള കഴിവില്ല എങ്കിൽ തീയെ നമുക്ക് തീ എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രയോജനം. അതുപോലെ ദൈവം, ബൈബിൾ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, വിശുദ്ധനാണ് ദൈവം. അപ്പൊ ദൈവത്തിലേക്ക് വരുമ്പോൾ അശുദ്ധിക്ക് നിൽക്കാൻ കഴിയത്തില്ല, അനീതിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ചാമ്പലായിപ്പോൾ. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് ബൈബിൾ പറയുന്നു നമുക്കും ദൈവത്തോട് ശത്രുത്വമായിരുന്നു, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് നിമിത്തം ഭൂമിയിൽ ക്രൂശിൽ മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു നമുക്ക് സമാധാനം വന്നിരിക്കുന്നു, നമുക്ക് സമാധാനം ലഭിച്ചിരിക്കുന്നു, നമുക്ക് സമാധാനം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് നമുക്ക് സമാധാനത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് സമാധാനം ലഭിച്ചത് എങ്ങനെയാണ്? ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനം ലഭിച്ചിരിക്കുന്നു. അപ്പം ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു ക്രിസ്തുവിൻ്റെ മേലായി. ആമേൻ. അപ്പം ഇനി ഇതുകൊണ്ട് എനിക്ക് എന്താണ് ക്രൂശിൽ, അല്ലെങ്കിൽ ഈ ഒരു വചനം കൊണ്ട് എനിക്ക് എങ്ങനെയാണ് അനുഗ്രഹത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ദൈവത്തോട് ശത്രുവായിരിക്കുമ്പോൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശത്രുക്കൾ തമ്മിൽ, ഇപ്പം നമുക്കറിയാം ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കും അല്ലേ? യുദ്ധത്തിൻ്റെ സമാനമായ സംഭവങ്ങൾ നമുക്കിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നു, പല കാര്യങ്ങൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാം കാണാൻ ശത്രുരാജ്യമെന്നാ വിശേഷിപ്പിക്കുന്നത് അല്ലേ? അപ്പം ശത്രുരാജ്യത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? രമ്യതപ്പെടുന്നില്ല, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നില്ല, അവർ ശത്രുതയിലേക്കായിത്തീർന്നിരിക്കുന്നു. അപ്പം ശത്രുവിൻ്റെ പ്രത്യേകത എന്തുവാണ്? അവിടെ സമാധാനമില്ല.
അസമാധാനം വാഴുന്നു. കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുന്നില്ല. അവിടെ ഇടർച്ചകൾ സംഭവിക്കുന്നു, അകൽച്ചകൾ സംഭവിക്കുന്നു. അടുക്കുവാൻ കഴിയാതെ വണ്ണം അവരെന്ത് ചെയ്യുന്നു? അകന്നു മാറി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശത്രുവല്ല, ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ മിത്രമാണെങ്കിൽ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ. അപ്പൊ നിങ്ങളിപ്പോ ആരാണ്? നിരപ്പ് വന്നവരാണ്, ശത്രുക്കളല്ല. അപ്പൊ ഏതു സമയത്തും കൃപാസനത്തോളം അടുത്തു വരുവാൻ സാധ്യത ലഭിച്ചവരാണ് നിങ്ങൾ. ആമേൻ. അപ്പൊ ഇനി ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചെല്ല. ഇനി ഭാരം വേണ്ട, ഭയം വേണ്ട, എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ എന്നൊരു സംശയം വേണ്ട, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്നൊരു ഭയം വേണ്ട. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ സന്നിധിയിൽ ഈ യേശുക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാനത് ചെയ്തു തരുമെന്ന് കർത്താവ് പറയുവാൻ കാരണം ഈ സമാധാന ഉടമ്പടി വരാൻ വേണ്ടി പോകുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ദൈവത്തോട് പ്രവേശിക്കുമ്പോൾ ധൈര്യത്തോടെ പറയണം. അപ്പൊ വിശ്വസിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അകത്ത് ധൈര്യം വർദ്ധിക്കട്ടെ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. കാരണം യേശു ശിക്ഷ അനുഭവിച്ചതുകൊണ്ട്, എൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ യേശു അനുഭവിച്ചതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നത് സമാധാനം മാത്രമല്ല, സമാധാനത്തിലൂടെ ശത്രുത്വം നീങ്ങി കൊടുക്കൽ വാങ്ങലുകൾ അവിടെ ലഭ്യമായി. ബൈബിൾ പറയുന്നു യേശുക്രിസ്തു മുഖാന്തരം സ്വർലോകവും ഭൂലോകവും തമ്മിൽ നിരപ്പ് വന്നിരിക്കുന്നു. ആമേൻ. ഇന്ന് ദൂരത്തായിരിക്കുന്നവർക്കും സമീപസ്ഥർക്കും സമാധാനം വന്നിരിക്കുന്നു. ഇനി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, ദൈവം എൻ്റെ മറുപടി തരിക തന്നെ ചെയ്യും. എൻ്റെ ഉറപ്പ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഇന്ന് ഓരോ വ്യക്തികളെ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. സകല വിഷയത്തിന് മേൽ അത്ഭുതമായി തീരട്ടെ. സമാധാനം വാഴട്ടെ, സന്തോഷം വാഴട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്മയാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി തീരട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. സ്വർഗത്തിലെ ദൈവം സകല വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ. ദൈവസമാധാനം നിറയട്ടെ, ദൈവസമാധാനം നിറയട്ടെ. ഈ സമയത്ത് രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഈ സമയത്ത് സകല വിഷയങ്ങളും അത്ഭുതമാകുന്നു. നിങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് സമാധാനം വരുന്നു, സമാധാനം വരുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറ, യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സമാധാനം ഉള്ളതുകൊണ്ട് ഇനി ഞാൻ രോഗിയായിരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. എനിക്ക് സൗഖ്യം തരുവാൻ ദൈവത്തിന് സന്തോഷമുണ്ട്. ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, അത്ഭുതത്തെ സ്വീകരിക്കുന്നു. ഞാൻ ദാരിദ്ര്യത്തെ പുറത്താക്കുന്നു, ബഹുസമ്പന്നതയെ സ്വീകരിക്കുന്നു. നന്മ എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ വാഴുന്നതിന് നന്ദി പറയുന്നപ്പ. ദിവ്യ സമാധാനത്തിനായി നന്ദി പറയുന്നപ്പ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. വലിയ കൃപകളാൽ കർത്താവ് നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളെ വർധനവിനാൽ നിറയ്ക്കുമാറാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നമ്മുടെ സൂം പ്രെയർ നടക്കുന്നു. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ പ്രവേശിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.